നമ്മള് ഒരു സീരിയല് ചെയ്യുമ്പോൾ 10 വർഷം നമ്മളൊരു 30 സീരിയല് ചെയ്താൽ അതിൽ ഒരെണ്ണേ നമുക്ക് ചിലപ്പോൾ ഹിറ്റ് ആവുള്ളൂ. സിനിമ പോലെ തന്നെയാണത്. ഒരു സിനിമ നിങ്ങൾ ഒരു വർഷം എത്ര സിനിമ കാണുന്നുണ്ടാവും, അതിൽ എത്ര ഹിറ്റുകൾ ഉണ്ടാവും, അതിൽ തന്നെ എത്ര ഹിറ്റ് മേക്കേഴ്സ് ഉണ്ടാവും, എത്ര ഡയറക്ടേഴ്സിനെ നമുക്കറിയാം, എത്ര ക്യാമറമാൻമാരെ നമുക്കറിയാം. ഇതിപ്പോ ഹിറ്റ് ചെയ്യാത്തവരും നല്ല ക്രിയേറ്റേഴ്സ് ആണ് എന്ന് വെച്ചിട്ട് നമുക്ക് അവരെ അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പം ഒരുപാട് വർഷം കുറേ വർഷമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചില ഹിറ്റുകൾ നമുക്ക് കിട്ടുന്നത് ഭയങ്കര സന്തോഷമായിരിക്കും. അങ്ങനെ ഒരു വലിയ സന്തോഷമുള്ള കഥാപാത്രമാണ് നിർമ്മല. ശരിക്കും സീരിയൽസിൽ ഇതിപ്പം നമുക്ക് ഫിലിമിന്റെ കാര്യം അറിയാം, കാര്യം ഒരുപാട് സ്ക്രിപ്റ്റ്സ് ഒക്കെ കേട്ട് അതിൽ നിന്നൊന്നായിരിക്കും ചൂസ് ചെയ്യുന്നത്. ശരിക്കും സീരിയലിൽ എങ്ങനെയാ അതിന്റെ ഒരു വൺ ലൈൻ മുൻപ് ദൂരദർശൻ സീരിയലൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്നത് പോലെ ഒരുപാട് വലിച്ചു നീട്ടലുകളില്ല. 13 എപ്പിസോഡ് സീരിയലുകളൊക്കെ നമുക്ക് ഫസ്റ്റ് വരുമ്പോൾ 13 എപ്പിസോഡാണ് ഉണ്ടായിരുന്നു. അത്ര ഉണ്ടായിരുന്നു. അന്ന് ശ്രുതിയൊക്കെ എത്ര വയസ്സുണ്ടാവും എനിക്കറിയില്ല. ഇപ്പൊ സീരിയലിന്റെ അതെ. അപ്പൊ ഇപ്പൊ നിങ്ങളൊക്കെ കണ്ടു തുടങ്ങുന്ന സീരിയൽ മെഗാ സീരിയൽസ്. മെഗാ സീരിയലിന് വരുന്നതിന് മുമ്പ് 13 എപ്പിസോഡ് സീരിയലുകൾ ഒക്കെ അഭിനയിച്ചു വന്നവരാണ് ഞങ്ങൾ. അപ്പൊ അതില് കഥാപരമായിട്ട് നല്ല രസമാണ്. ഇപ്പൊ നിങ്ങള് അടൂർ ഗോപാലകൃഷ്ണ സാറിന്റെയൊക്കെ സിനിമകളൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ 2-3 സെക്ഷൻസ് ആയിട്ട് ചെറിയ ഷോർട്ട് മൂവീസ് പോലെ സാറിന്റെ ചില സിനിമകൾ കണ്ടിട്ടില്ലേ? ഒരു സ്ത്രീയുടെ കഥ, അത് കഴിഞ്ഞിട്ട് അടുത്ത കഥ. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ഭയങ്കര ക്വാളിറ്റി ടൈപ്പ് ഓഫ് മേക്കിങ്ങും അതുപോലെ തന്നെ ഒരുപാട് വലിച്ചു നീട്ടാത്ത കഥകളും ആകുമ്പോൾ അതിനൊരു സൗന്ദര്യം ഉണ്ടാവും. ഒരുപാട് വലിച്ചു നീട്ടുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ ഒരുപാട് പ്രശ്നങ്ങളും അതിലേക്ക് വരുന്നത്. അപ്പൊ ഭയങ്കര സൗന്ദര്യമുള്ള എന്നാൽ നല്ല രസമുള്ള രീതിയിൽ നല്ല നല്ല കഥാപാത്രങ്ങളും 13 എപ്പിസോഡ് സീരിയലുകളിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ പിന്നീട് മെഗാ സീരിയൽ വന്നപ്പോൾ അതിന്റെ പാറ്റേൺ അങ്ങ് മാറിപ്പോയി. കഥയ്ക്കോ ബേസിക്കലി ആദ്യം പറയുന്ന കഥ ആയിരിക്കില്ല അതൊരു 50-60 എപ്പിസോഡിന് ശേഷം വരിക. മാറ്റങ്ങൾ വരാം. ഇപ്പം ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡ് ഒരു 5 years ആയിട്ടുള്ളത്, 5 years ഇൻ ദ സെൻസ് ചന്ദനമഴ സീരിയലൊക്കെ ഏഷ്യാനെറ്റിൽ മേ ബി ഓർമ്മയുണ്ടാവും. ഭയങ്കര എന്താ മേക്കപ്പിന് ഭയങ്കര ഇമ്പോർട്ടൻസ് തോന്നിയിട്ടുള്ള മെഗാ സീരിയലില് ഹിറ്റ് വന്നത് ചന്ദനമഴയാണ്. പിന്നീടാണ് എല്ലാ കഥാപാത്രങ്ങളും ഇങ്ങനെ ഒരുങ്ങി നിൽക്കണം എന്നുള്ളൊരു ട്രെൻഡ് സെക്ടർ വരുന്നത് അവിടെ നിന്നാണ്. അപ്പം ആ കഥയൊക്കെ വന്ന സമയം മുതൽ ഈ മറ്റുള്ള ലാംഗ്വേജിൽ നിന്നുള്ള കഥകൾ ഹിറ്റായ ഇപ്പം ഏത് ചാനലാണോ ആ ചാനലിന്റെ തന്നെ തമിഴ് ചാനൽസും ഉണ്ടാവും, അല്ലെങ്കിൽ തെലുങ്ക് ചാനൽ, അവരുടെ തന്നെ അവിടെ ഹിറ്റായ ഒരു കഥ ഇങ്ങോട്ടേക്ക് എടുത്ത് ചെയ്യാൻ പറയും. അപ്പൊ ആ കഥകൾ മലയാളവൽക്കരിച്ച് ചെയ്യും. കഥ അവിടുത്തെ ഹിറ്റ് കഥയായിരിക്കും, ആ കഥയെ തന്നെ മലയാളവൽക്കരിച്ച് ചെയ്യാൻ പറയും. അപ്പൊ അതിലെന്താ പ്രശ്നം എന്താ വരുന്നതെന്ന് വെച്ചാല് മലയാളികൾക്ക് മലയാള തനിമയുള്ള കഥയും കഥാപാത്രങ്ങളും എവിടെയോ ആയി മാറി, എവിടെയോ ദൂരെ നിൽക്കുകയാണ് ഇപ്പോഴും. ഇപ്പം മറ്റുള്ള ലാംഗ്വേജുകളിൽ ഹിറ്റായ സീരിയലുകളെ ഇവിടെ കൊണ്ടുവരുമ്പോൾ അതിന് ട്രെൻഡ് സെക്ടർ മാറി. എനിക്ക് കൾച്ചർ ടോട്ടലി മാറിപ്പോയി. അപ്പൊ ഈ പറയുന്ന കഥയ്ക്കോ അല്ലെങ്കിൽ കഥയുടെ മൂല്യത്തിനോ ഒന്നും വലിയ ഇമ്പോർട്ടൻസ് കുറഞ്ഞു. ഒരു ട്രെൻഡ് സെക്ടർ മോഡിലേക്ക് ഇങ്ങനെ ഡേ ബൈ ഡേ, വീക്ക് വൈസ് വീക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ആ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന നമ്മളുടെ ആ ഒരു ക്വാളിറ്റി ഓഫ് സാധനം അത് വേറെ എവിടെയോ ആയി മാറി. ഈ ട്രെൻഡ് സെക്ടറിനകത്ത് നാടോടുമ്പോ നടുവേ ഓടണമെന്ന് പറഞ്ഞ പോലെ അതിൽ പോകേണ്ടി വരുന്നത്. അപ്പൊ ഈ സ്ക്രിപ്റ്റ് അപ്പം ഇങ്ങനെ കോള് വരുമ്പോ എങ്ങനെ അപ്പം ഈ ഒരു വൺ ലൈൻ ആണോ? അപ്പൊ അവര് വൺ ലൈൻ ആണ് പറയും. ഇപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ഒരു അതാ ഞാൻ പറഞ്ഞത്, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് സെക്ടർ. പണ്ട് നമുക്ക് കഥാപാത്രം ഇത് ഈ കഥ ഇങ്ങനെയാണ്, അതിലെ കഥാപാത്രം ഇങ്ങനെയാണ്, ആ കഥാപാത്രത്തിന്റെ രീതികൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളോട് സംസാരിക്കുക. അപ്പൊ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ഇപ്പൊ എന്താ വെച്ചാല് ആ ലാംഗ്വേജിലെ ഇന്ന സീരിയൽ എടുത്തു നോക്കൂ, അതിലെ കഥാപാത്രമാണ് നിങ്ങളുടെ കഥാപാത്രം, ഇങ്ങനെ പറയുക. അപ്പൊ നമ്മൾ ആ ലാംഗ്വേജിന്റെ കഥ ഹിറ്റ് ആയതായിരിക്കും. ചിലപ്പോൾ അതൊരു 100 എപ്പിസോഡ് വരെ ആയിട്ടുണ്ടാവും, ചിലപ്പോൾ 500 എപ്പിസോഡ് സക്സസ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇത് നമ്മൾ മൊത്തം ഇരുന്ന് കാണണം, ഈ കഥാപാത്രം എന്താണ് എങ്ങനെയാണെന്നൊക്കെ. എന്നിട്ട് അതിനെ ഇവരുടെ വേറൊരു കോൺട്രിബ്യൂഷൻ ലൈനിലും കൂടെ കൊണ്ടുവന്നിട്ട് ഇവരിതിനെ ദൃശ്യവൽക്കരിക്കും. അപ്പൊ നമ്മൾ ഇതിനകത്തോട്ട് കയറി നിന്ന് കുറച്ച് ദൂരം ഒന്ന് സഞ്ചരിക്കുമ്പോഴാണ് നമുക്കൊരു ഐഡിയ കിട്ടുക, ഇതാണ് സംഗതി. അങ്ങനെയൊക്കെ ആയി മാറി.